പക്ഷേ നമ്മുടെ ജൂറിസ് പ്രൂഡൻസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നിയമവിജ്ഞാന ശാഖയെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവുകൾ നൽകുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാഠാവലിയാണ് ഈ കഴിഞ്ഞ ദിലീപ് കേസ് എന്ന് ഞാൻ പറയും. ദിലീപ് അതിൽ അക്വിറ്റഡ് ആണ് എങ്കിൽ തന്നെയും ആ കേസ്, ദിലീപിനെ ഏറ്റവും പ്രമുഖനായ വ്യക്തി ദിലീപ് ആയതുകൊണ്ടും അതിജീവിത കേസെന്ന് ഞാൻ പറയും. ആ അതിജീവിത കേസിലെ അതിൻ്റെ വിധിയും അതിനെ തുടർന്നുള്ള പ്രതികരണങ്ങളും വലിയൊരു പാഠമാണ് നൽകുന്നത്. ഒരു വലിയ പാരാവാരം പോലെയുള്ള പാഠമാണ്. അപ്പോൾ ഇതിൻ്റെ കരയേത് കടലേതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയും കൂടെ ഉണ്ട്. നേരേത് നേരല്ലാത്തത് ഏതെന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ ജനങ്ങൾക്കിടയിലുണ്ട്, നിയമസാക്ഷരരല്ലാത്തവർക്കിടയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും രണ്ട് വശം, മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കോ അല്ല സ്വാഭാവിക മൂക്കോ എന്നുള്ള തർക്കം പോലെ ഇങ്ങനെ തർക്കം അനന്തമായിട്ട് നീളുകയാണ്. ഇതിനിടയ്ക്കാണ് 10ഓളം ജുഡീഷ്യൽ ഓഫീസർമാർ കോടതിക്കെതിരെ നടക്കുന്ന ഈ കടന്നാക്രമണം അവസാനിപ്പിക്കണം. പലപ്പോഴും ഇത് കോടതിയോടുള്ള വിരോധം കൊണ്ടല്ല, നിയമ നിരക്ഷരത കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇങ്ങനെ പറയുന്നത്. എന്തും പറയാമെന്നൊരു ലൈസൻസ് നമ്മളുടെ അന്തിച്ചർച്ചകൾ അവർക്ക് നൽകുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നിയ 2 സംശയങ്ങൾ മാധ്യമപ്രവർത്തകൻ എന്നുള്ളത്. ഒന്ന്, അവിടെ കോടതിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഈ നീതി കിട്ടാൻ പോകുന്നില്ല എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തന്നെ പറഞ്ഞു. ഈ കേസ് ശരിയായിട്ടുള്ള ഒരു നീതി നിർവഹണം നടത്തുകയില്ലെന്ന് തന്നെ അതിജീവിത ഇപ്പോൾ പറയുന്നു തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ ഇനി മറ്റൊരു അതിജീവിതയ്ക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ, ഇതിപ്പോൾ സംഭവിച്ചില്ല, അപ്പോൾ ആ അതിജീവിത എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പൊതുവെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു അവബോധം ജനങ്ങൾക്കുണ്ടാകുന്നത് നന്നായിരിക്കും. അങ്ങനെ കോടതിയിൽ നമുക്ക് അതൃപ്തി ഉണ്ട് എങ്കിൽ ഈ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ ട്രയൽസ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോടതി മാറ്റം ആവശ്യപ്പെടാം. കോടതി മാറ്റം ആവശ്യപ്പെട്ടാൽ അനുവദിക്കാറുണ്ട്. ആ അനുവദിക്കുമ്പോൾ അതിനു വേണ്ടി നമ്മൾ പറയുന്നത്, വെറുതെ ഒരു ട്രയൽ നടക്കുമ്പോൾ എനിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ല എന്ന് ഒരു പ്ലെയിനായിട്ടുള്ള ഒരു പെറ്റീഷൻസിൻ്റെ പുറത്തല്ല അത് ചെയ്യുക. കാരണസഹിതം തന്നെ അത് ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ടാണ് എനിക്ക് ഈ കോടതിയിൽ അവിശ്വാസം തോന്നുന്നത്, എനിക്ക് നീതി കിട്ടില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ന്യായയുക്തമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് പോകേണ്ടത്. ഇവിടെ ഈ അതിജീവിതയുടെ കേസിൽ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ടിനോട് നമുക്കറിയാം, ആ കോടതിയെ തുടർന്ന് വന്ന പലപ്പോഴും മാറ്റങ്ങൾ, പ്രോസിക്യൂട്ടർമാരുടെ രാജി, ജഡ്ജിമാരുടെ മാറ്റങ്ങൾ, പിന്നീട് അതിനെ തുടർന്ന് ഈ മേൽക്കോടതി, ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ കോടതി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് പോയ കാര്യങ്ങൾ ഒക്കെ ഒരു തുറന്ന പാഠമാണ് ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യമാണെങ്കിൽ അതും കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കോടതിയോട് അതൃപ്തി വന്നാൽ, ഇനി വരാൻ ഒരു അതിജീവിതം ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായാൽ എന്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇതേ സ്വീകരിക്കാൻ പറ്റും. ഈ നീതിന്യായ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് കോടതികളേ ഉള്ളൂ. ഈ പ്രൈമറി കോർട്ട് മുതൽ അപ്പലേറ്റ് കോർട്ട് വരെയുള്ള ഒരു ഒരു പ്രൊസീജിയറുണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം. ആ പ്രൊസീജിയറിന് അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിജീവിത എനിക്ക് കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് നടക്കാതെ വന്ന സാഹചര്യത്തിലും കോടതിയോട് സഹകരിച്ചത്. അവർ ട്രയലിൽ നിന്നും മാറിയില്ല. ഇനി ഞാൻ ഈ കോടതിയുടെ വിചാരണയ്ക്ക് ഞാൻ ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞ് അതിജീവിതം മാറിയില്ല. പ്രോസിക്യൂട്ടർമാരിപ്പം വേറെ പ്രോസിക്യൂട്ടർമാർ വന്ന് കോടതി മുമ്പോട്ട് പോയി. അപ്പൊ ഇതിനപ്പുറം ഓപ്ഷൻ ഇല്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷെ അവർ പറഞ്ഞത് അതിനകത്ത് അവർക്ക് കോടതി മുറിയിൽ ഉണ്ടായ ചില അനുഭവങ്ങളാണ്. ഒരു വാക്ക് തന്നെ ഇപ്പോൾ വളരെ ഇതുമായി ബന്ധപ്പെട്ട് മീഡിയാസ് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോസിക്യൂഷൻ കേസ്, ഇറ്റ് ഈസ് എ പ്രോസ്റ്റിറ്റ്യൂഷൻ കേസ് എന്ന് കോടതി പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്നതല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വാക്കുകൾ പൊതുജനം കേട്ട് അവരുടെ മുമ്പിൽ ആക്ഷിപ്തയാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇൻ ക്യാമറ പ്രൊസീജിങ്ങിലേക്ക് പോയത്. അവിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വക്കീലന്മാർ ഇവരെ കഴിയുന്നത്ര വേർബൽ റേപ്പ് നടത്താറുണ്ട്. ഏത് ഇൻ ക്യാമറ അല്ലാതെ തുറന്ന കോടതിയിൽ നടക്കുന്ന ഇത്തരം വിചാരണകളിൽ. അതുകൊണ്ടാണ് ഇൻ ക്യാമറ ആക്കിയത്. ഈ വക്കീലന്മാർ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്രൂരമായ രീതിയിൽ
റേപ്പിന് വിധേയമായ പെൺകുട്ടികൾ വീണ്ടും ഒരു വേർബൽ റേപ്പിന് വിധേയമാകും. അഭിഭാഷകന്മാരുടെ ഭാഗത്ത് ഒരു സാഡിസം അങ്ങനെയുണ്ടോ? അഭിഭാഷക ഇത് രണ്ട് കാര്യം ഇപ്പോൾ പിന്നെ ഇതുമായിട്ട് പരാമർശിക്കപ്പെട്ടു. ഒന്ന്, ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനെ കുറിച്ചാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് യഥാർത്ഥത്തിൽ വാദി ആവശ്യപ്പെടുന്നു എങ്കിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആവാം. വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലാതെയോ ആകാം. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നിർബന്ധമാക്കണം എന്ന് ഇല്ല. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ശരിക്കും കോടതിക്ക് തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണമെന്ന് അതിജീവിതയെ പോലുള്ള പെറ്റീഷണർക്ക് വേണ്ട എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അവരത് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ ഇപ്പോൾ പറയുന്നത് ശരിക്കും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ടിയിരുന്നില്ല. കാരണം ഇതിനകത്ത് ഞാൻ പീഡിപ്പിക്കപ്പെട്ടത്, ഈ പറഞ്ഞില്ലേ വെർബൽ ടോർച്ചർ എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ജനം അറിയണമായിരുന്നു, ജനം കാണണമായിരുന്നു എന്നാ അവർ പറഞ്ഞത്. എന്നിട്ട് ആ അതിജീവിത തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇത്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ പല പോക്സോ കേസിൽ ഉൾപ്പെടെ കണക്ട് ചെയ്ത് ഞാൻ പറയാം, കാരണം ജനം അറിയണം. പോക്സോ കേസ് ഉൾപ്പെടെയുള്ള പല ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വരെ ഈ പോക്സോ കേസിന്റെ വാദിഭാഗത്ത് വന്ന് നിൽക്കുമ്പോൾ ട്രയൽ കോർട്ടിന്റെ മുമ്പിൽ വിളറി വെളുക്കുകയാണ്. കാരണം ചോദ്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. ആ ലൈംഗികപരമായി നടന്ന ഇവിടെ ഇതായിരുന്നു. അതിജീവിതയോട് തിരിച്ചും മറിച്ചും പല ഒരു ഇപ്പോൾ ശരിക്കും പ്രതിഭാഗത്തിൻ്റെ അഡ്വക്കേറ്റ്സിൻ്റെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഒരു വലിയ പാനൽ, ഒരു സീനിയർ അഡ്വക്കേറ്റിൻ്റെ കീഴിലുള്ള മറ്റ് അഡ്വക്കേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്ന് ഇപ്പോൾ ഈ അതിജീവിതയുടെ, ഇപ്പം നമുക്ക് അതിജീവിത എന്നല്ലേ പറയാൻ കഴിയൂ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആ വാദിഭാഗത്തിന് നിശബ്ദമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുക, ഈ കുറ്റത്തിന് വിധേയയായ ഒരു പെൺകുട്ടി കോടതിയുടെ മുറിയിൽ വിയർത്തൊഴുകയാണ്. തിരിച്ചും മറിച്ചും എവിടെ തൊട്ടു, എവിടെ പിടിച്ചു, എങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. അതായത് ഒരുതരം ഒരു സാഡിസ്റ്റ്, റിയലി വി ക്യാൻ സേ ഇറ്റ് ആസ് എ സാഡിസ്റ്റ് മൈൻഡ്. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിജീവിതയ്ക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് നമുക്ക് കരുതുക, സപ്പോസ്. പക്ഷെ രണ്ട് വക്കീലന്മാരുണ്ടല്ലോ, അവരുടെ വക്കീലുണ്ട്, പ്രോസിക്യൂട്ടറുണ്ട്. ഇവർക്ക് ഇത് തടയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒന്നാമത്തെ കാര്യം അത്. ഇത് ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് കണ്ടപ്പോൾ അന്ന് തന്നെ, അപ്പോൾ ആ നിമിഷം തന്നെ ഈ കോടതിയിൽ വിചാരണ വേണ്ട എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അവർക്കില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഉപയോഗിച്ചു? വക്കീലന്മാരെന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല? അപ്പോൾ വക്കീലന്മാരും കൂടി അതിജീവിതയെ കുരുക്കിൽപ്പെടുത്തുകയായിരുന്നല്ലേ? അവിടെ ഒരു ഇതുണ്ട്. പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഭാഗം വരുന്നതും ശരിക്കും അഭിഭാഷകനാണ്. ഈ അഭിഭാഷകർ സ്വാഭാവികമായും കോടതിയിൽ ഇനി ഇവിടെ നിന്നും മാറണം എന്ന് ആവശ്യപ്പെടുന്നത് ഇല്ല. അത് ബന്ധപ്പെട്ട പെറ്റീഷണർ തന്നെ, ഈ അതിജീവിതയെ പോലുള്ള വ്യക്തികൾ തന്നെയാണ് കോടതിയിൽ അത് ആവശ്യപ്പെടേണ്ടതും ആവശ്യപ്പെട്ടതും. അവരാവശ്യപ്പെടുക തന്നെ ചെയ്തു. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ കോടതി മാറ്റണമെന്ന് പറഞ്ഞു. ഈ കോടതി മാറ്റണം എന്ന് പറഞ്ഞ് ജഡ്ജിയെ പരോക്ഷമായി പറഞ്ഞാൽ ഈ ജഡ്ജിയെ മാറ്റണം എന്നുള്ളതാണ്. കോടതി മാറ്റണം എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഒരു നമുക്ക് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത്. അവർ മാറ്റണമെന്ന് തന്നെ പറഞ്ഞു. അവർ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. പക്ഷെ അങ്ങനെ മാറ്റത്തക്ക രീതിയിലുള്ള, കാരണം ഒരു സ്ത്രീയായ ജഡ്ജിയെ വെക്കണം എന്നുള്ള ആവശ്യം അതിജീവിതയുടേതായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് സംശയം, ഈ വിചാരണയിൽ ഈ പറഞ്ഞ പരാമർശങ്ങൾ, ഒരു മാസ് റേപ്പിന് തുല്യമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി എന്ന് പറയുന്നത് അതിനുള്ള ഒരു എവിഡൻസ് ആയിട്ട്, തനിക്ക് നീതി കിട്ടാനുള്ള ഒന്നായിട്ട്, കോടതി മാറാനുള്ള ഒന്നായിട്ട് കൊടുക്കാമായിരുന്നില്ലേ? കോടതികൾ അങ്ങനെ സ്വീകരിക്കില്ലേ? അങ്ങനെ കൊടുക്കാം. അത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ശരിക്കും ഈ സാക്ഷിക്കൂട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വാദിയുടെ കൂട്ടിൽ നിന്നുകൊണ്ട് ഇത് പറയുന്ന ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും നിയമപരമായി പ്രസക്തവുമല്ലാത്ത ഒരു ചോദ്യങ്ങളോ മറ്റോ ഉണ്ടായാൽ, പ്രതിഭാഗത്തിൽ നിന്നും ഉണ്ടായാൽ, അതിൽ കോടതിക്ക് ഇടപെടാം. കോടതി പറയാം, നിശ്ചയമായും കോടതി പറയും. നോട്ട് അലൗഡ് എന്ന് പറയാം. കോടതിക്ക് അനുവദിക്കാം. പ്രതിക്ക് കോടതിയോടെ പറഞ്ഞുകൂടെ ഇത്തരം ചോദ്യങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്, ഇതൊരു മാസ് റേപ്പാണെന്ന് പ്രതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടാവാം.
നമുക്കറിയില്ലല്ലോ. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിട്ട് നമുക്കറിയില്ല. അതിജീവിത പറഞ്ഞു ഞാൻ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു വനിതയാണ് നിൽക്കുന്നത്. ഈ ശരിക്കും വാദിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വനിതയാണ്. അവർ എന്തോ ആയിക്കോട്ടെ, ഒരു വനിതയാണ്. ആ കോടതി ജഡ്ജിയും ഒരു വനിതയാണ്. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാനസിക വിഘാതം ഉണ്ടാക്കുന്നു, മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ കോടതിക്ക് തന്നെ തടയാം. അല്ല, പ്രധാനപ്പെട്ട ആലോചിക്കും, ഇതൊരു സിനിമാ നടിയാണ്, സിനിമയിൽ അഭിനയിച്ച് സെലിബ്രിറ്റിയാണ്, ഇതുപോലുള്ള രംഗങ്ങൾ അഭിനയിച്ച് പരിചയമുള്ള അങ്ങനെ ഒരാൾ പോലും ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തളർന്നു പോകുമ്പോൾ സാധാരണക്കാരിയായിട്ട് ഒരു നെടുമങ്കാട്ടുകാരി തന്നെയായിട്ടുള്ള ബിന്ദുവിന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടുവേലയ്ക്ക് പോയ സ്ത്രീയുടെ ആ സ്ത്രീകൾ തളർന്നു പോവില്ലേ? അപ്പൊ ഈ വക്കീലന്മാരുടെ ഈ തരത്തിലുള്ള വേർബൽ റേപ്പ് അവസാനിപ്പിക്കേണ്ടതിന് ഒരു ചട്ടം വരേണ്ടതല്ലേ? അത് ശരിക്കു പറഞ്ഞാൽ അത് നിയമത്തിൽ നിലവിൽ തന്നെ ഉണ്ട്. ഒരിക്കലും മാനസികമായി ഒരാളിനെ ബുദ്ധിമുട്ടത്തിൽ എത്തിക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും പാടില്ല. ചോദ്യങ്ങൾക്ക് അതിന്റെ നിയമപരമായ ചോദ്യങ്ങളാവാം. അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യപ്പെടാൻ അനുവദിക്കാറില്ല. ഈ ചോദ്യങ്ങൾക്ക് തന്നെ അതിൻ്റെതായ മാന്യത കൊടുത്ത് അത് ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു കരുതലുണ്ടാവണം. ഒരു കരുതലില്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരിക്കലും നിയമം അനുവദിക്കുന്നില്ല. അങ്ങോട്ട് കടക്കുകയാണെങ്കിൽ കോടതി നിയമം കൊണ്ട് അതിനെ നേരിടുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ ചോദിച്ച ചോദ്യങ്ങൾ നിയമവിരുദ്ധമാണ് എന്നല്ലേ? സ്ത്രീ നീതിക്ക് വിരുദ്ധമാണ്. രണ്ട് തരത്തിൽ അധാർമികവുമാണ്, അതുപോലെ നിയമവിരുദ്ധമല്ലേ? അപ്പോൾ ആ വക്കീലന്മാർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചോദ്യം വരുമ്പോൾ പ്രോസിക്യൂഷൻ ഇടപെടാം. ഈ ചോദ്യം അനുവദിക്കാൻ പാടില്ല, ഇതിൽ ഇടപെട്ടോ ഇല്ലയോ എന്ന് ഇൻ ക്യാമറ ആയതുകൊണ്ട് നമുക്കറിയാൻ പാടില്ല. അതിൽ കോടതി ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയാൻ വയ്യ. കോടതി ഇടപെട്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും ഇൻ ക്യാമറ പ്രൊസീജിയർ അറിയാൻ വയ്യ. ഇത്തരം ചോദ്യങ്ങൾ കോടതി അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ? പൊതുവെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ആയാൽ അല്ലെങ്കിൽ ഇനി പ്രതിഭാഗത്തിന് വേണ്ടി വരുന്ന അഡ്വക്കേറ്റ് ആയാലും ഏത് കക്ഷികളുടെ ഭാഗത്തു നിന്നും ഇത്തരം മോശപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ അത് പാടില്ല, അത് ഒഴിവാക്കണം. ആ ചോദ്യങ്ങൾ തുടരാൻ അനുവദിക്കരുതെന്ന് കോടതിയോട് പറയാം. കോടതി അപ്പോൾ അതിൽ ഇടപെടും, വേണ്ട എന്ന് പറയും. അത് മിക്കവാറും ഈ രണ്ട് ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കോടതി ഇടപെടും. അല്ലാതെ സ്വമേധയാ തന്നെ കോടതി ഇടപെടാറുമുണ്ട്. ഉണ്ടായോ ഇല്ലയോ? അവസാനമായി ഒരു ചോദ്യം കൂടി. അങ്ങ് ഈ വിധി വായിച്ചിരുന്നു? 1817 പേജുള്ള വിധി വായിച്ചു? പൂർണ്ണമായും വായിച്ചിട്ടില്ല. കാരണം വായിച്ചിടത്തോളം അഭിപ്രായം എന്താണ്? വായിച്ചിടത്തോളം അതിനകത്ത് നമുക്ക് ഇനി വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരുന്ന് തന്നെ വിധേയത്തിലേക്ക് പോകണം. അത് പറഞ്ഞത് ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞ് ഇനി ഒരു പോയിന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം പലതുമുണ്ട് അതിനകത്ത്, പല. നമുക്കിപ്പോൾ തൽക്കാലം ഇതിപ്പോൾ സമയക്കുറവുകൊണ്ട് നമുക്ക് ഇതിവിടെ ഉപസംഹരിക്കാം. നമുക്ക് അതിനെക്കുറിച്ച് വായിച്ചിടത്തോളം ഉള്ള വിധിയെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഒരു ചർച്ച കൂടി തീർച്ചയായിട്ടും മുന്നോട്ട് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.